ഓം നമോ നാരായണായ. പത്മാവതി ക്ഷേത്രം വെങ്കടേശ്വരയുടെ ഭാര്യയായ പത്മാവതി അലമേലുമങ്ക ദേവതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഭാരതത്തിലെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ തിരുപ്പതി നഗരത്തിലെ തിരുച്ചാനൂർ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ഭരണത്തിൽ കീഴിലാണ് ഈ ക്ഷേത്രം. ഹിന്ദു ദേവതയായ ലക്ഷ്മി ഈ പ്രദേശത്തിന്റെ ഭരണാധികാരിയായ ആകാശ രാജാവിന് അലമേലുവായി ജനിച്ചതായും തിരുപ്പതിയിലെ വെങ്കടേശ്വരന് വിവാഹം കഴിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. 12 വർഷത്തെ തപസ്സിനു ശേഷം അലമേലുമങ്ക പുറത്ത് ലക്ഷ്മി വെങ്കടേശ്വരന് ചുവന്ന താമരപ്പൂവിൽ സംസ്കൃതത്തിൽ പത്മ ദർശനം നൽകി. പാരമ്പര്യമനുസരിച്ച് ദേവി പത്മ സരോവരം എന്ന പുഷ്കരണിയിൽ സ്വർണ്ണ താമരയിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നു. സൂര്യദേവനായ സൂര്യനാരായണൻ താമരയെ പൂർണ്ണ തേജസ്സോടെ വിരിയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതായി വെങ്കടാചല മഹാത്മ്യം പറയുന്നു. പുഷ്കരണിയുടെ കിഴക്കുഭാഗത്തായി സൂര്യനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പത്മപുരാണം ദേവിയുടെ ആഗമനത്തെക്കുറിച്ചും വെങ്കടേശ്വരനുമായുള്ള വിവാഹത്തെക്കുറിച്ചും വ്യക്തമായ വിവരണം നൽകുന്നു. പത്മാവതിയുടെ അവതരണം കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി നാളിൽ ഉത്രാടം നക്ഷത്രത്തിൽ ഉദിച്ചുയരുന്ന സമയത്താണ് ഉണ്ടായത്. ഈ സന്ദർഭത്തിന്റെ സ്മരണയ്ക്കായി ദേവിയുടെ ബ്രഹ്മോത്സവം എല്ലാ ആർഭാടങ്ങളോടും കൂടി ആഘോഷിക്കുന്നു. പത്മാവതി അല്ലെങ്കിൽ അലമേലുമങ്കയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് പത്മാവതി. വെങ്കടേശ്വരന്റെ ഭാര്യയാണ്. കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ. ക്ഷേത്രം സാധാരണയായി മിക്ക ദിവസങ്ങളിലും പുലർച്ചെ 4:50 തുറന്ന് രാത്രി 9:30 അടയ്ക്കും. എന്നിരുന്നാലും വെള്ളിയാഴ്ചകളിൽ ഇത് പുലർച്ചെ 3:30 തുറക്കും. പത്മാവതി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളമാണ് പത്മ സരോവരം. പത്മാവതി ഈ കുളത്തിൽ ഒരു സ്വർണ്ണ താമരയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിശ്വാസം. പത്മ സരോവരത്തിൽ ചക്രസ്നാനം, വാർഷിക പത്മാവതി ബ്രഹ്മോത്സവത്തിന്റെ പഞ്ചമി തീർത്ഥം അവസാന ദിവസം നടക്കും. ഇത് ലക്ഷക്കണക്കിന് ഭക്തർ പുണ്യജലത്തിൽ മുങ്ങി കുളിക്കുന്നതിന് സാക്ഷിയാക്കി. കൃഷ്ണസ്വാമി ക്ഷേത്രവും സുന്ദരരാജസ്വാമി ക്ഷേത്രവും പത്മാവതി ക്ഷേത്രത്തിനുള്ളിലെ ഉപക്ഷേത്രങ്ങളാണ്. പേരാണ് ഇപ്പം ഈ വീടിക്കകത്തുള്ളത്. അപ്പം ചിറ്റമ്മയുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ പത്മാവതി ടെമ്പിളിലോട്ട് കയറാണ്ടുള്ള ഒരുക്കത്തിലാണ്. മൊബൈലൊന്ന് വെക്കാനായിട്ട് നോക്കണം. മൊബൈൽ വെക്കാനായിട്ടുള്ള കട നോക്കണം, പരിചയമുള്ള കട. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വേണം അകത്തോട്ട് കയറാം. അതുകൊണ്ട് മാക്സിമം വീഡിയോ എടുത്തു തരാം. ഓക്കെ, ഹരിയോ. കയറി ഞാൻ നിൽക്കുന്നത് 1221 സിയിൽ നിർമ്മിച്ച കൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ്. 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച സുന്ദരരാജസ്വാമി ക്ഷേത്രം വരദരാജസ്വാമിക്കും വിഷ്ണു, അദ്ദേഹത്തിന്റെ ഭാര്യമാരായ ശ്രീദേവി, ലക്ഷ്മി, ഭൂമിദേവി എന്നിവർക്കും സമർപ്പിച്ചിരിക്കുന്നു. ക്ഷേത്രക്കുളത്തെ എതിർവശത്ത് സൂര്യനാരായണ ക്ഷേത്രവുമുണ്ട്. സൂര്യനാരായണന്റെ പ്രതിമ സ്ഥാപിച്ചത് വെങ്കടേശ്വരനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അയ്യോ, ഇവിടെ വന്ന അടിപൊളിയായേ.
എനിക്ക് അകത്ത് കയറി ഒത്തിരി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ചില പത്മനാഭ ടെമ്പിളിനകത്ത് പെർമിഷൻ കുറവാണ്. കിട്ടുന്ന അത്ര വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും കൂടെയാണ് പരമാവധി. ഓക്കെ, ഹരിയോ. തൽക്കാലം ആർട്ട് ഓഫ് കോഡും മഹേഷ് പുയും ഇവിടെ പറയുന്നു. പുതിയൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നു.